നമസ്തേ. പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഓരോ നക്ഷത്രക്കാരുടെയും ദശാകാലങ്ങളിൽ ആരാധിക്കേണ്ട ദേവതകളെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓരോ നക്ഷത്രക്കാരിലും അവരവരുടെ ദശാകാലം അറിഞ്ഞ് അവരവരുടെ ദശാ കാലഘട്ടത്തിലെ ദേവതയെ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് അവർക്കുണ്ടാകാവുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ശമനം ഉണ്ടാകുകയും അതുപോലെ ഏറെ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യ വർധനവും ഒക്കെ ഉണ്ടാകുന്നതിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഏറെ നല്ലതാണ്. ആയതിനാൽ അവരവരുടെ ദശാനക്ഷത്രങ്ങൾ അറിഞ്ഞ് ആ ദശയിലെ ദേവതകളെ ആരാധിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണെന്ന് ഈ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുകയാണ്. ആദ്യം തന്നെ കേതുർദശ കാലഘട്ടം അനുഭവിക്കുന്ന ആൾക്കാർ 7 വർഷക്കാലമാണ് കേതുർദശ നടക്കുന്നത്. ഇതിൽ ഓരോ നക്ഷത്രക്കാർക്കും കിട്ടുന്ന ആ കാലഘട്ടം അനുസരിച്ചിട്ട് അവർക്ക് ഓരോ ദേവതയെയും പ്രാർത്ഥിക്കാവുന്നതാണ്. കേതുർദശയിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ചാമുണ്ഡി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഏറെ നല്ലതാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, രാവിലെയോ വൈകുന്നേരമോ ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ ഗണപതിയുടെ വിശേഷ മന്ത്രങ്ങൾ ദേവതയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അല്പനേരം അവിടെ ഗണപതി ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അതുപോലെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും നാരങ്ങാമാല, അതുപോലെ ഉണ്ണിയപ്പ നൈവേദ്യം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കറുകമാല, മുക്കുറ്റിമാല ഇങ്ങനെയുള്ള വഴിപാടുകൾ ഗണപതിക്ക് സമർപ്പിക്കുന്നതും ഏറെ നല്ലതാണ്. ചാമുണ്ഡി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അവിടുത്തെ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തി ചാമുണ്ഡി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഈ കേതുർദശയിൽ ഏറെ ശ്രേയസ്കരമായി കണ്ടുവരുന്നു. അടുത്തത് ശുക്രദശ കാലഘട്ടം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ശുക്രദശ കാലഘട്ടത്തിൽ ആരാധിക്കേണ്ടത് ഏറെ ശ്രേയസ്കരമായിട്ടുള്ളത് ദേവീ പ്രാർത്ഥനയാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ രാവിലെയും വൈകുന്നേരവും ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ദേവിയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് മൂലമന്ത്രമോ അല്ലെങ്കിൽ വിശേഷ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ ദേവിക്ക് കടുംപായസ നൈവേദ്യം, ചുവന്ന കളറിലെ മാല്യങ്ങൾ ചാർത്തുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് സൂര്യദശ കാലഘട്ടമാണ്. ആദിത്യദശ എന്നറിയപ്പെടുന്ന ദശാകാലം 7 വർഷം ആണ് ഒരാളിൻ്റെ ജാതകത്തിൽ നടക്കുന്നത്. ആ സമയത്ത് സൂര്യനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. ദേവതാ സംബന്ധമായിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. രാവിലെ കുളി കഴിഞ്ഞാൽ ഈറനോടുകൂടി സൂര്യനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ സൂര്യകീർത്തനങ്ങൾ ജപിക്കുന്നതും ആദിത്യ കീർത്തനങ്ങളോ ആദിത്യ മന്ത്രങ്ങളോ ജപിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവന് യഥാശക്തി ഇഷ്ട വഴിപാടുകൾ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് കൂവളമാല്യം സമർപ്പിക്കുന്നതും ഈ ഒരു ദശാകാലത്തിൽ ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് വ്യാഴദശ കാലഘട്ടം. 16 വർഷകാലഘട്ടം ഉള്ള വ്യാഴദശയിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ഒന്നെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിശേഷാൽ തുളസി മാല്യ സമർപ്പണം, തൃക്കൈവെണ്ണ വഴിപാടാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്താം. പാൽപായസം വഴിപാട്, വിഷ്ണു സഹസ്രനാമം, മഞ്ഞ വസ്ത്രം വാങ്ങി ഭഗവാന് സമർപ്പിക്കുന്നതും ഈ ഒരു സമയത്ത് ദേവതാപ്രീതിക്കും അതുപോലെ ദശാനാഥനെ
ഈ ഒരു സമയത്ത് പ്രീതിപ്പെടുത്തി നടത്തുന്ന വഴിപാടുകളായി കണ്ടുവരുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം വിഷ്ണു പൂജകൾ, അതാത് ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള വഴിപാടുകൾ കഴിപ്പിച്ച് ക്ഷേത്ര സന്നിധിയിലിരുന്ന് അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് ശനിദശ കാലഘട്ടമാണ്. 19 വർഷ കാലഘട്ടമുള്ള ശനിദശയിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ടവഴിപാടുകൾ സമർപ്പിക്കുന്നതും നീലവസ്ത്രം വാങ്ങി ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുന്നതും എള്ളുതിരി വഴിപാട്, നീരാഞ്ജനം വഴിപാട്, എള്ള് നൈവേദ്യം സമർപ്പിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ശിവക്ഷേത്രത്തിലും അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രദക്ഷിണ സമേതം മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അവിടെ വെറ്റിലമാല അതുപോലെ വടമാല സമർപ്പിച്ച് ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. അടുത്തത് ബുധദശ കാലഘട്ടമാണ്. 17 വർഷക്കാലഘട്ടമുള്ള ബുധദശയിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല, പാൽപായസം, തൃക്കൈവെണ്ണ, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ സമർപ്പിക്കുന്നതും ശ്രീരാമ ഭഗവാന് മഞ്ഞ ഉടയാട അതുപോലെ തുളസിമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പാൽപായസം നടത്തുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തുന്ന ആൾക്കാർ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങൾ, ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ ആ ഒരു സമയത്ത് പ്രദക്ഷിണ സമേതം തൊഴുത് ദർശനം നടത്തുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. 27 നക്ഷത്രക്കാരുടെ ദശ കാലഘട്ടത്തിൽ ആരാധിക്കേണ്ട ദേവതാ സങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നത്. ഓരോ ദശാകാലഘട്ടത്തിലും അവരവരുടെ ദശാദേവതയെ അറിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക, ഇഷ്ടവഴിപാടുകൾ നടത്തുന്നതും ദേവതാ സന്നിധിയിൽ ഇരുന്ന് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ, വിശിഷ്ട മന്ത്രങ്ങൾ ഏകാഗ്രതയോടുകൂടി ജപിക്കുന്നതും ഏറെ നല്ലതായി കണ്ടുവരുന്നു. ഈ ഒരു സമയത്ത് ഭഗവാന് മാല്യം ചാർത്തുക, നൈവേദ്യം വഴിപാടുകൾ നടത്തുക, ദർശന പ്രാധാന്യമുള്ള പൂജകളിൽ പങ്കെടുക്കുക, വഴിപാടുകൾ സമർപ്പിക്കുന്നതോടൊപ്പം ഭഗവാന് ഉടയാടകളോ അല്ലെങ്കിൽ ഇഷ്ട നൈവേദ്യ വഴിപാടുകളും ഫലവർഗ്ഗങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നത് ഏറെ നല്ലതായി കണ്ടുവരുന്നു. ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.